പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇലക്ട്രോകെമിസ്ട്രിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോകെമിക്കൽ സീരീസ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ, അതായത് ഇലക്ട്രോകെമിക്കൽ സീരീസും അതിൻ്റെ അപ്ലിക്കേഷനും എന്തൊക്കെയാണ്, അതിന് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുന്നത് 1 മോളാർ കോൺസെൻട്രേഷൻ ആണ് അതിൻ്റെ ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഈസ് നോട്ട് 1 മോളാർ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ അല്ല, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം 1 മോളാർ. അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുക? അതായത് സെൽ പൊട്ടൻഷ്യൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ കോൺസെൻട്രേഷൻ മാറിക്കഴിഞ്ഞാൽ, അതായത് 1 മോളാർ അല്ലാത്ത ഒരു കോൺസെൻട്രേഷൻ ആണുള്ളതെങ്കിൽ എങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുക? അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നെർൻസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. വാൾട്ടർ നെർൻസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, he derived an equation in 1889, that is Nernst equation. അതിനാണ് നമ്മൾ Nernst equation എന്ന് പറയുന്നത്. അപ്പോൾ ഈ Nernst equation നമുക്ക് എന്താണ് നൽകുന്നത്? എന്താണ് Nernst equation കൊണ്ടുള്ള യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് it gives a relationship between the electrode potential and the concentration of the electrolyte. അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും അതേപോലെ കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷനാണ് നെർൻസ്റ്റ് ഇക്വേഷൻ നൽകുന്നത്. ഒരു റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്ന കേസിൽ ഒരു നെർൻസ്റ്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം, ഒരു റിഡക്ഷൻ റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതുകയാണ്. ദാറ്റ് ഈസ് Mn+ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെറ്റൽ അയോൺ, ദാറ്റ് ഈസ് ഇൻ സൊല്യൂഷൻ എക്വസ് ആണ്, പ്ലസ് n ഇലക്ട്രോൺ, that means നമുക്കറിയാം which gain n ഇലക്ട്രോൺ, then that is reduction. അപ്പോൾ നമുക്ക് മെറ്റലായി മാറുന്നു. അപ്പോൾ എന്തായി മാറുന്നു? മെറ്റലായി മാറുന്നു, ദാറ്റ് ഈസ് സോളിഡ്. റിഡക്ഷൻ ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും. ഇതിൻ്റെ അർത്ഥം എന്താണ്? സൊല്യൂഷൻ്റെ അകത്തുള്ള Mn+ അയോൺ, അതായത് Cu2+ ആകാം, ഒരു മെറ്റൽ അയോൺ n ഇലക്ട്രോൺ, Cu2+ ആണെങ്കിൽ 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു, മെറ്റലായി മാറുന്നു. ഇതൊരു റിഡക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നെർൻസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം. അതായത് ഇലക്ട്രോഡ് ആൻഡ് റിലേറ്റഡ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നമുക്ക് നെർൻസ്റ്റ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഈ ഇക്വേഷൻ്റെ നെർൻസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് നെർൻസ്റ്റ് ഇക്വേഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ ഇലക്ട്രോഡ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു E0 ഇലക്ട്രോഡ്. അതായത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് E0 എന്ന് പറയുന്നത്. E0 മൈനസ് RT/NF ഇൻറ്റു നാച്ചുറൽ ലോഗ് M/Mn+. അപ്പോൾ ഇവിടെ ഇതാണ് നെർൻസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെർൻസ്റ്റ് ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഓരോ ടേമും എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. നമുക്ക് ഇവിടെ ഏതാണോ മെറ്റൽ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. E0 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതായത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. RT/NF, R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ 298 കെൽവിൻ ആണ്. F എന്ന് പറഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. ഫാരഡേസ് കോൺസ്റ്റന്റ് നമുക്കറിയാം 96,500 കൂളം/മോൾ ആണ്. അതേപോലെ തന്നെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഇൻ ദ റിയാക്ഷൻ, അതായത് ഇവിടെ നടക്കുന്ന റിഡക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയാം. അതേപോലെ ഇവിടെ M എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് നമുക്കറിയാം, M മെറ്റൽ ആണ്. Mn+ ഇസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ മെറ്റൽ അയോൺ ആണ്. ഇത്രയുമാണ് ടേംസ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ നെർൻസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ നെർൻസ്റ്റ് ആണ്. ഈ ഇക്വേഷൻ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. ഈ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ, അതായത് സോളിഡ് ആണ്. സോളിഡിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് യൂണിറ്റി ആയിട്ട് എടുക്കാം, അതായത് കോൺസെൻട്രേഷൻ ഓഫ് M, ദാറ്റ് ഈസ് 1 ആണ്. സോ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം?
that is equal to ഓർമ്മിക്കേണ്ടത് concentration of pure solid that is equal to 1 ആണ്. So E0 minus RT by NF into natural log, ഇവിടെ it is 1 ആണ്. So 1 by mn plus എന്ന് എഴുതാം. 1 by mn plus, അതായത് നമ്മൾ സോളിഡിൻ്റെ കേസിൽ, പ്യൂർ സോളിഡിൻ്റെ കേസിൽ നമുക്ക് കോൺസെൻട്രേഷൻ 1 ആണ് യൂണിറ്റ് ആയിട്ട് എടുക്കാം. സോ 1 by mn പ്ലസ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ln എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ലോഗ് ആണ്, അതായത് എക്സ്പോണൻഷ്യൽ ബേസ് ലോഗരിതം എന്ന് പറയാം. നമുക്ക് ഇതിനെ കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റാം. കോമൺ മീൻസ് 10 ബേസ്ഡ് ലോഗരിതമാണ്. അപ്പോൾ നമുക്ക് ഇത് എന്ത് മാറ്റമാണെന്ന് നോക്കാം. സോ E0 മൈനസ് നമുക്ക് കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് 2.303 ഇൻറ്റു RT ബൈ NF ഇൻറ്റു ലോഗരിതം, ദാറ്റ് ഈസ് 10 ബേസ്ഡ് ലോഗരിതം ആണ്, ലോഗ് mn പ്ലസ് ലോഗ് 1 by mn പ്ലസ്. ഇത്രയുമാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷനിൽ നമുക്കറിയാവുന്ന വാല്യൂസ്, R എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, അതിൻ്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ടെമ്പറേച്ചർ 298 കെൽവിൻ ആണ് നമ്മൾ എടുക്കുന്നത്. F എന്ന് പറയുന്നത് ഫാരഡേസ് കോൺസ്റ്റന്റ് 96,500 കൂളംബ് ആണ്. അതേപോലെ n is the number of electron. ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷനിൽ ഉള്ള മാറ്റം എന്ന് പറയുന്നത് E0 മൈനസ് 0.591 ഡിവൈഡഡ് ബൈ n ഇൻറ്റു ലോഗ് 1 by mn പ്ലസ് എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ലോഗ് 1 by mn പ്ലസ് ഇതിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവന്നാൽ, അതായത് നമുക്കറിയാവുന്നതാണ് ലോഗരിതം, നമുക്ക് അറിയാവുന്നതാണ് ലോഗ് 1 by x എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് x raised to minus 1 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഇതിന് നമുക്ക് -1 ഇൻറ്റു ലോഗ് x എന്ന് എഴുതാം. അതേപോലെ നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ലോഗ് 1 by mn പ്ലസിനെ mn പ്ലസ് മുകളിലേക്ക് വരുമ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്കിവിടെ പ്ലസ് ആകുന്നു. ഈ ഇക്വേഷനിൽ E0 പ്ലസ് 0.591 ഡിവൈഡഡ് ബൈ n ഇൻറ്റു ലോഗ് mn പ്ലസ് എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കുക. ദിസ് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ. സോ ഇതിനാണ് നമ്മൾ നെർൻസ്റ്റ് ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ നെർൻസ്റ്റ് ഇക്വേഷൻ നമുക്ക് തരുന്നത് ഒരു ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും അതിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ തമ്മിലുള്ള റിലേഷനാണ്. സോ ദിസ് ഈസ് എ നെർൻസ്റ്റ് ഇക്വേഷൻ ഫോർ വൺ ഇലക്ട്രോഡ് ദാറ്റ് ഈസ് ഡിപ്ഡ് ഇൻ a certain concentration of the electrolyte. ഒരു ഇലക്ട്രോഡ് അതിൻ്റെ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നെർൻസ്റ്റ് ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. അപ്പോൾ മനസ്സിലായി കാണും. നമ്മൾ ഒരു പ്രോബ്ലംസ് നോക്കാം. അത് കാൽക്കുലേറ്റ് ദ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഇലക്ട്രോഡ് ആണ്. ദ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ ഇലക്ട്രോഡ്, the concentration of the copper electrolyte solution is 2 molar ആണ്. And the standard electrode potential of copper that is given, that is 0.34 volt. So we have to calculate the electrode potential of copper. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ ഏതാണോ നമ്മൾ ഉപയോഗിച്ചിരുന്ന നെർൻസ്റ്റ് ഇക്വേഷൻ അതെന്താണെന്ന് നോക്കാം. സോ ദാറ്റ് ഈസ് we have to find out the electrode potential of the copper single electrode. So we can write E0 standard electrode potential of the Cu2 plus bar Cu plus 0.0591 divided by 2 ആണ് ഇവിടെ നമുക്ക് ഇൻവോൾവ് ദ ഇലക്ട്രോൺ. അതായത് Cu2 plus bar Cu means നമുക്കറിയാം 2 ഇലക്ട്രോൺ ആണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുക. സോ ലോഗ് Cu2 plus കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ E0 വാല്യൂ, അതായത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ 0.34 വോൾട്ട് ആണ്, പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ഇസ് ഗിവൺ, ദാറ്റ് ഈസ് 2 മോളാർ. സോ 2 എന്ന് എഴുതാം.
ഇവിടെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. 0.34 വോൾട്ട് പ്ലസ് 0.059 ഡിവൈഡ് ബൈ 2 ഇൻറ്റു log 2 is 0.3010. When we solve this, we get 0.3489 volt. This is the answer. അപ്പോൾ നമുക്ക് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാം യൂസിങ് നെൻസ്റ്റ് ഇക്വേഷൻ. നമ്മൾ മനസ്സിലാക്കിയത് ഒരു ഇലക്ട്രോഡും അതിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷനാണ്. ഇനി നമുക്കറിയാം ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ 2 ഹാഫ് സെൽസ് ഉണ്ട്. 2 ഹാഫ് സെൽസ് ഉണ്ടാകുമ്പോൾ 2 ഇലക്ട്രോഡ് ഉണ്ടാകും, അതേപോലെ 2 ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഈ 2 ഹാഫ് സെൽസിലും ഉള്ള ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ദാറ്റ് വിൽ അഫക്റ്റ് ദ EMF ഓഫ് ദ സെൽ ഓർ ഈ സെൽ. അതായത് സെൽ പൊട്ടൻഷ്യനെ ഈ 2 ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ the relationship between the EMF of the cell and the ionic concentration of the electrolyte ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 കേസിൽ, അതായത് 2 ഇലക്ട്രോലൈറ്റ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നെൻസ്റ്റ് ഇക്വേഷൻ മാറുക എന്ന് നോക്കാം. നമുക്ക് ഡയൽ സെല്ല് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ഡയൽ സെൽ നമുക്കറിയാം ദാറ്റ് ഈസ് സിങ്ക് ആണ്. സിങ്ക് ബാർ Zn2+ അയോണായി മാറുന്നു. ഡബിൾ ബാർ ആണ്, ദാറ്റ് ഈസ് Cu2+ ബാർ Cu. ഇതാണ് ഇത്. ദിസ് ഈസ് എക്വസ് ആണ്, ദിസ് ഈസ് എക്വസ് ആണ്, ദിസ് വൺ ഈസ് സോളിഡ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം എന്തെന്ന് നമ്മൾ ഡാനിയൽ സെല്ലിന് ഡാനിയൽ സെല്ലാണിത്. ഇനി നമുക്ക് നോക്കാം ഇവിടെ ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ദിസ് ഈസ് സാൾട്ട് ബ്രിഡ്ജ് ആണ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ഇ സെൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ് ആണ്. ഇവിടെ ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് കാഥോഡ് ആണ്. സോ നമ്മൾ എഴുതാം കാഥോഡ് കോപ്പർ ആണ്. സോ Cu2+ ബാർ Cu ആണ് മൈനസ് നമ്മൾ ഇ ലെഫ്റ്റ് എന്ന് പറയുന്നത് ആനോഡാണ്. ദാറ്റ് ഈസ് Zn2+ ബാർ Zn ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമ്മൾ എന്താണ് ചെയ്തത്, ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ മൈനസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ ആനോഡ് ദാറ്റ് ഈസ് സിങ്ക്. ഇത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഈ സെല്ല് കണ്ടുപിടിക്കാൻ നമ്മൾ ഓരോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നെൻസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഓരോ കേസിലും നമ്മൾ എഴുതി നോക്കാം. അതായത് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ കോപ്പർ നെൻസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. ദാറ്റ് ഈസ് Cu2+ ബാർ Cu ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ കേസിൽ ഒരു ഇലക്ട്രോഡാണ് ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഒരു ഇലക്ട്രോഡ് ഉള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ നെൻസ്റ്റ് ഇക്വേഷൻ എഴുതുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം E0 Cu2+ ബാർ Cu പ്ലസ് നമ്മൾ നേരത്തെ ചെയ്ത നെൻസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 0.0591 ഡിവൈഡഡ് ബൈ 2 ആണ് ഈ കേസ് ഓഫ് കോപ്പറിൽ വരിക എന്നറിയാം. ലോഗ് എന്താണ് Cu2+. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ദിസ് ഈസ് ഇക്വേഷൻ 2. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ, അതായത് ഒരു ഇലക്ട്രോഡ്, അതായത് കോപ്പറിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് നെൻസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് സിങ്കിൻ്റെ കേസിലും നെൻസ്റ്റ് ഇക്വേഷൻ എഴുതണം. ദാറ്റ് ഈസ് Zn2+ ബാർ Zn ദാറ്റ് ഈസ് ഈക്വൽ ടു E0, ഇവിടെ സിങ്ക് ആയതുകൊണ്ട് Zn2+ ബാർ Zn പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ 2 തന്നെയാണ് ഇവിടെയുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ്. സോ ലോഗ് നമുക്ക് ഇവിടെ Zn2+ അയോൺ ആണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെയുള്ള ഈ ഇക്വേഷൻ നമ്പർ 2 and 3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു in equation 1. Equation 1 E cell is equal to E copper minus E എന്താണ് zinc ആണ്. E cell that is equal to E0 Cu2+ bar Cu plus എന്താണ്
0.0591/2 log Cu2 പ്ലസ് ആണ് കോൺസെൻട്രേഷൻ ആണ് ഈ കാണിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ആണ്, കോപ്പറിൻ്റെ ഇലക്ട്രോഡാണ്. ദിസ് മൈനസ് എന്താണ് വരിക? ഇവിടെ നമ്മൾ നോക്കിയാൽ സിങ്കിൻ്റെ കേസിൽ നമുക്കറിയാം ദറ്റ് ഈസ് E0 സിങ്ക് Zn2 പ്ലസ് ബാർ Zn ആണ് പ്ലസ് 0.0591/2 ഇൻറ്റു ലോഗരിതം Zn2 പ്ലസ് ആണ്. ഇങ്ങനെയാണ് എഴുതാൻ കഴിയുക. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദ കേസ്. അപ്പോൾ നമുക്ക് കോമൺ ടേം എഴുതാൻ നോക്കാം. ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എന്താണ് സിങ്ക് ആണ്. ഇനി ഇവിടെ കോമൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 0.0591/2 രണ്ടിലും ലോഗരിതം ഇത് എന്താണ് കോമൺ ആണ്. സോ നമുക്കിതിനെ ഇങ്ങനെ മാറ്റി എഴുതാം, റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് ഇവിടെ നമുക്ക് E0 എന്താണ് Zn2 പ്ലസ് ബാർ Zn എഴുതാം. This into plus 0.059 divided by 2 into log. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് log C2 പ്ലസ് മൈനസ് log എന്താണുള്ളത് Zn2 പ്ലസ് ആണ്. സോ log A മൈനസ് log B ആണ്. log A മൈനസ് log B എന്താണ്? log A by B ആണ്. സോ വി ക്യാൻ റൈറ്റ് log Cu2 പ്ലസ് ബൈ എന്താണ് Zn2 പ്ലസ് എന്ന് എഴുതാം. ടെമ്പറേച്ചർ അറ്റ് 298 കെൽവിൻ ആണ്. 298 കെൽവിൻ ആണ്. ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇ സെൽ ഈസ് ഈക്വൽ ടു ECU2 പ്ലസ് മൈനസ് Zn2 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? E0 സെല്ലാണ്, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആണ്. സോ ഇതിന് നമുക്ക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇ സെൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 സെൽ. എന്താണ് E0 സെൽ എന്ന് പറഞ്ഞാൽ? സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള സെൽ പൊട്ടൻഷ്യൽ ആണ് പ്ലസ് 0.0591/2 ഇൻറ്റു ലോഗ് Cu2 പ്ലസ് ഡിവൈഡഡ് ബൈ Zn2 പ്ലസ് ആണ്. Zn2 പ്ലസ് അറ്റ് 298 കെൽവിൻ ആണ്. കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ സെൽ പൊട്ടൻഷ്യൽ E0 സെൽ പ്ലസ് 0.0591/2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ആണ്. ദാറ്റ് ഈസ് അറ്റ് 298 കെൽവിൻ ആണ്. ഇപ്പോൾ നമുക്ക് ഡാനിയൽ സെല്ലിൻ്റെ കേസിലുള്ള നെർസ്റ്റ് ഇക്വേഷൻ അറിയാം. ഇപ്പോൾ ഒരു ജനറൽ ആണെങ്കിൽ റിയാക്ഷൻ നമ്മളൊരു ജനറൽ റിയാക്ഷൻ പറയാം. അപ്പോൾ ആ ജനറൽ റിയാക്ഷൻ നമ്മൾ നോക്കിയാൽ AA പ്ലസ് BB വിച്ച് ഗിബ്സ് CC പ്ലസ് DD. ഇപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ നോക്കിയാൽ ഇതൊരു ജനറൽ റിയാക്ഷൻ ആണ്. ജനറൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഏത് രണ്ട് ഇലക്ട്രോഡാണ് എ ബി തമ്മിലുള്ള ഇലക്ട്രോഡ് തമ്മിലുള്ള റിയാക്ഷനാണ്. ഏത് ഇലക്ട്രോഡും ആകാം. ഇതിൻ്റെ കേസിലാണ് നമ്മൾ നെർസ്റ്റ് ഇക്വേഷൻ എഴുതുന്നതെങ്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ജനറൽ കേസിലായതുകൊണ്ട് നമുക്ക് നെർസ്റ്റ് ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് ഇ സെൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 സെല്ല് പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ ലോഗ് നമുക്കിവിടെ എഴുതാം. ഇവിടെ പ്ലസ് ആണ്. സോ നമുക്കിവിടെ എഴുതാം A raised to A into B raised to B divided by C raised to C into D raised to ആണ് ഇവിടെ D raised to D എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ ഈ കോൺസെൻട്രേഷൻ ടേംസ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ പ്ലസ് എന്നത് മൈനസ് എന്നാകുന്നു. അപ്പോൾ ഇത് നമുക്ക് ജനറലായിട്ട് അറിയാവുന്നതാണ്. സോ ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.059 ഡിവൈഡഡ് ബൈ n ഇൻറ്റു ലോഗ് C raised to C ഇൻറ്റു D raised to D ഡിവൈഡഡ് ബൈ നമുക്ക് എഴുതാം A raised to A ഇൻറ്റു B raised to
ബി എന്ന് എഴുതാം. ഈ ഇക്വേഷനെ നമുക്ക് പറയാം the EMF of the cell and the electrolyte concentration ന്റെ റിലേഷൻ ജനറൽ ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഇക്വേഷൻ ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഡിഫറെൻറ്റ് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. ദ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് മാറുമ്പോൾ നമുക്ക് സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ EMF ഓഫ് ദ സെല്ല് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, സെല്ല് തന്നിട്ടുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെർസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യാൻ കഴിയുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ, ദാറ്റ് ഈസ് E0 ഓഫ് നമുക്കിവിടെ Fe2 പ്ലസ് ബാർ F ഈസ് ഗിവൺ, Fe2 പ്ലസ് ബാർ Fe ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, -0.45 വോൾട്ട് ആണ്. അതേപോലെ തന്നെ നമുക്ക് E0 ഓഫ് Cr3 plus bar Cr chromium is also given, that is equal to -0.75 volt. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതേപോലെ കോൺസെൻട്രേഷൻ ഓഫ് Cr3 plus is 0.1 molar and Fe2 plus is 0.01 molar. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് EMF ഓഫ് ദ സെല്ലാണ്, അല്ലെങ്കിൽ ഈ സെല്ലാണ് യൂസിങ് നെർസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റിൽ നമുക്കറിയാം, ഇവിടെ കാഥോഡ് ആനോഡ് ഏതാ നമുക്കറിയാം. ലെഫ്റ്റ് ഇവിടെ ദിസ് ഈസ് ദ ആനോഡ്, ദിസ് ഈസ് ദ കാഥോഡ്. അപ്പോൾ നമുക്ക് ഇവിടെ റിയാക്ഷൻ എഴുതി നോക്കാം. ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം ദിസ് അണ്ടർഗോ ക്രോമിയം അണ്ടർഗോ ഓക്സിഡേഷൻ ആണ്. സോ ക്രോമിയം സോളിഡ് ആണ്. പ്ലസ് അയൺ അണ്ടർഗോ റിഡക്ഷൻ, സോ Fe2 പ്ലസ് ആണ്. വിച്ച് ഗിബ്സ് നമുക്കറിയാം Cr എന്തായി മാറുന്നുണ്ട്, Cr3 പ്ലസ് ആയി മാറുന്നുണ്ട്. പ്ലസ് Fe ആയി മാറുന്നു, Fe2 പ്ലസ് Fe സോളിഡ് ആയി മാറുന്നു. ഇവിടെ ദിസ് ഈസ് എക്വസ് ആണ്. കോൺസെൻട്രേഷൻ ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 0.01 മോളാർ ആണ്. സോ Cr3 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ ഓൾസോ ഗിവൺ 0.1 മോളാർ ആണ്. അപ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് നോട്ട് ബാലൻസ്ഡ് ഇക്വേഷൻ. നമുക്കറിയാം ഇവിടെ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. നമുക്കറിയാം 2 ഇലക്ട്രോൺ ആണ് Fe2 പ്ലസ് ഗെയിൻ ചെയ്യുന്നത്. അതേപോലെ 3 ഇലക്ട്രോൺ ആണ് Cr ക്രോമിയം നഷ്ടപ്പെടുത്തുന്നത്. സോ നമുക്കിത് ബാലൻസ് ചെയ്യണം. സോ വി ക്യാൻ റൈറ്റ് 2 ഹിയർ. സോ 2 ക്രോമിയം 3 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നു. അത് നമുക്കിവിടെ 3 കൊണ്ട് ബാലൻസ് ചെയ്യാം. ഇതിൻ്റെ അർത്ഥം എന്താണ്, 2Cr3 പ്ലസ് മീൻസ് 2Cr മീൻസ് വാട്ട്, 3 into 2 ദാറ്റ് ഈസ് 6 ഇലക്ട്രോണ് ലോസ് ചെയ്യുന്നു. അപ്പോൾ 6 ഇലക്ട്രോൺ ആര് ഗെയിൻ ചെയ്യുന്നു, ഇവിടെ 3 Fe2 പ്ലസ് ഉണ്ടെങ്കിൽ ഒരു Fe 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. സോ 3 Fe മീൻസ് 3 Fe. സോ 3 into 2 that is equal to 6 electron. So the number of electron involved in this reaction is 6 electron ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ നെർസ്റ്റ് ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് ഈ സെല്ല്, ദാറ്റ് ഈസ് ഈ സെല്ല് ഈസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.0591 divided by the number of electron involved in the reaction is 6. So 6 into log into Cr 3 plus ആണ്. സോ റേസ് ടു 2 ആണ് വരിക. അപ്പോൾ C റേസ് ടു C ആണ്. അപ്പോൾ നമുക്കറിയാം Cr3 പ്ലസ് റേസ് ടു 2 ആണ് വരിക. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 ആണ്, യൂണിറ്റി ആണ്. സോ ഇത് നമുക്ക് 1 ആയിട്ട് എടുക്കാം. ഡിവൈഡഡ് ബൈ നമുക്ക് Fe. സോ Fe2 പ്ലസ് ആണ്, റേസ് ടു 3 ആണ്. Fe2 പ്ലസ് റേസ് ടു 3 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിനെ E0 സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാം. E0 സെല്ല് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ, ദ വാല്യൂ ഈസ് ഗിവൺ. അപ്പോൾ ഇവിടെ നമുക്ക് E0 സെല്ല് കണ്ടുപിടിക്കാം. E0 സെല്ല് ദാറ്റ് ഈസ് ഈക്വൽ ടു E റൈറ്റ് മൈനസ് E ലെഫ്റ്റ്. റൈറ്റ് ഏതാണ്, റൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം Fe2 പ്ലസ് ആണ്. സോ Fe2 പ്ലസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -0.45 വോൾട്ട് മൈനസ് എന്താണ് 0.75 വോൾട്ട് ആണ്. മൈനസും പ്ലസ് ആകുന്നു. സോ ദ ആൻസർ ഈസ് 0.3 വോൾട്ട് ആണ്. നമുക്ക് ഈ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ സെല്ല് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3 വോൾട്ട് മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു ലോഗ്. ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് Cr3 പ്ലസ് എന്ന് പറയുന്നത് 0.1 മോളാർ ആണ്. സോ 0.1 റേസ് ടു എന്താണ് 2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ Fe2 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്
0.01/3 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 0.1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.3 വോൾട്ട് മൈനസ് 0.0591/6 ഇൻറ്റു ലോഗ് 10⁴ എന്ന് എഴുതാം. അതായത് നമുക്കറിയാം ഇവിടെ 0.1 എന്ന് പറഞ്ഞാൽ 1 × 10⁻1 ആണ്. അതേപോലെ തന്നെ 0.01 എന്ന് പറഞ്ഞാൽ 1 × 10⁻2 ആണ്. സോ നമ്മൾക്ക് ഇങ്ങനെ സോൾവ് ചെയ്താൽ നമുക്കിങ്ങനെ 10⁴ എന്ന് എഴുതാൻ കഴിയും. സോ ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറയുന്നത്, സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ നമുക്ക് 0.3 വോൾട്ട് മൈനസ് 0.0591/6 ഇൻറ്റു 10⁴ ഇങ്ങനെ എഴുതാം, 4 എന്ന് എഴുതാം. അതായത് ഇൻറ്റു 4 ഇൻറ്റു ലോഗ് 10 is 1 ആണ്. സോ നമുക്ക് 4 എന്ന് എഴുതാം. So we get the answer is equal to 0.2607 volt ആണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫ്രം നെർസ്റ്റ് ഇക്വേഷൻ. നെർസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് നെർസ്റ്റ് ഇക്വേഷൻ പരിശോധിച്ചാൽ നെർസ്റ്റ് ഇക്വേഷൻ, ജനറൽ നെർസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? Electrode potential, cell potential, that is equal to E0 cell minus 0.059 divided by n into എന്താണ്? log series to c into d raised to d divided by, ഇവിടെ നമുക്ക് a raised to a, ഇത് ജനറൽ ആണ്, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. a raised to a ഇൻറ്റു b raised to b. ഇവിടെ നമുക്ക് ഓർമ്മിക്കേണ്ടത് ഇങ്ങനെയുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് എന്താണ്? റിയാക്റ്റൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണിത്. ഇവിടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുകയാണ് നമുക്ക്, അതായത് നെർസ്റ്റ് ഇക്വേഷനിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയത്തിലാണ് ഉള്ളതെങ്കിൽ, അതായത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന റിയാക്ഷൻ എന്താണ്? ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. നമുക്കറിയാം 2 ഹാഫ് സെൽസിലുള്ള റിയാക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ സെൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ്. ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. സോ ഈ സെല്ല് 0 ആണെങ്കിൽ നമുക്ക് ഈ ടേം എങ്ങനെ എഴുതാൻ കഴിയും? അതായത് നമുക്കിങ്ങനെ എഴുതാം, 0 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ഡിവൈഡ് ബൈ n ഇൻറ്റു ലോഗ്, ദിസ് ഇസ് c raised to c into d raised to d divided by a raised to a into b raised to b എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നിന്ന് നമുക്ക് സെൽ പൊട്ടൻഷ്യൽ എന്ന് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് E0 സെൽ that is equal to 0.0591 divided by n into log. ഇവിടെ നമുക്കറിയാം c raised to c, d raised to d divided by a raised to a into b raised to b എന്ന് പറഞ്ഞാൽ kc ആണ്. kc എന്താ നോക്കാം. kc is the equilibrium constant kc, that is equal to c raised to c into d raised to d divided by a raised to a into b raised to b. ഇത് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഈ ടേം നമുക്കറിയാം. ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് kc ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇഫ് യു നോ ദ സെൽ പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ ഈ ഇക്വേഷനിൽ നമുക്ക് kc കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മെഷർ ദ kc. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെൽ പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് kc കണ്ടുപിടിക്കാം ഫ്രം ദിസ് ഇക്വേഷൻ. ഇതാണ് റിലേഷൻഷിപ്പ്, ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫ്രം ദ നെർസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇലക്ട്രോകെമിക്കൽ സെൽ ആൻഡ് ഗിബ്സ് ഫ്രീ എനർജി. നമ്മൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. ഫ്രീ എനർജി എന്ന് പറയുന്ന റിയാക്ഷന് നമുക്കറിയാം സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആകണമെങ്കിൽ ΔG നെഗറ്റീവ് ആകണമെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെൽ പൊട്ടൻഷ്യലും അതേപോലെ തന്നെ ഫ്രീ എനർജി തമ്മിലുള്ള റിലേഷനാണ്. ദറ്റ് ഈസ് മൈനസ് ΔGR, ദറ്റ് ഈസ് ഈക്വൽ ടു
NFE ആണ്. ജനറൽ ആയിട്ട് നമുക്ക് എഴുതാം. അതായത് N is the number of the electrons involved in the reaction, F is the Faraday's constant, E is the electrode potential, and delta GR is the free energy of the reaction ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ കഴിയും ഡെൽറ്റ G0 എന്ന് പറയാം. ഡെൽറ്റ G0R മീൻസ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ്. NFE0. ഇവിടെ E0 മീൻസ് ഇവിടെ E0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള സെൽ പൊട്ടൻഷ്യൽ ആണ്. സോ E0 വാല്യൂ നമുക്ക് ഓൾറെഡി പഠിച്ച പ്രകാരം E0 is equal to 2.303 RT by NF into log Kc ആണ്. ഇത് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയതാണ്. സോ നമുക്ക് ഈ വാല്യൂ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ there is a മൈനസ്. അപ്പോൾ ഇവിടെ ഈ വാല്യൂ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക ദറ്റ് ഈസ് ഡെൽറ്റ G0R ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2.303 RT. NF ക്യാൻസലായി. സോ RT ഇൻറ്റു ലോഗ് Kc എന്നാണ് ലഭിക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം Kc ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീ എനർജി തമ്മിൽ റിലേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഫ്രീ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ നമുക്ക് ഒരു പ്രോബ്ലംസ് നോക്കാം. അതായത് ഫ്രീ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഒക്കറിങ് ഇൻ ദ സെൽ. അതായത് ഇവിടെ ഡാനിയൽ സെല്ലാണ് തന്നിരിക്കുന്നത്. ഡാനിയൽ സെല്ലിന് ഇവിടെയുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ് 1 മോളാർ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. ഫ്രീ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ദ ഇക്വേഷൻ ഫോർ ദ ഫ്രീ എനർജി എന്ന് പറയുന്നതാണ് ഡെൽറ്റ. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ആണ്. സോ ഡെൽറ്റ G0R ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് NFE0 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്താണ് E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 സെൽ ഈസ് ദ സെൽ പൊട്ടൻഷ്യൽ ആണ്. അതായത് ഡാനിയൽ സെല്ലാണ് തന്നിരിക്കുന്നത്. സോ ഡാനിയൽ സെല്ലിൻ്റെ E0 വാല്യൂ നമുക്കറിയാം. E0 സെൽ എങ്ങനെയാണ് ഡാനിയൽ സെല്ലിൻ്റെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ കോപ്പറിൻ്റെ സെൽ പൊട്ടൻഷ്യൽ നമുക്കറിയാവുന്നതാണ്. ദാറ്റ് ഈസ് E0 സെൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ് ആണ്. സോ നമുക്കറിയാം റൈറ്റ് എന്താണ് കോപ്പറാണുള്ളത്. കോപ്പർ ഉള്ളത് റൈറ്റിലാണ് നമുക്കറിയാം. ആനോഡ് അതാണ് സിങ്ക് ആണ്. സോ സിങ്ക് ലെഫ്റ്റ് ആണ്. സോ ഇതിൻ്റെ വാല്യൂസ് കോപ്പറിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തതാണ്. ദാറ്റ് ഈസ് 0.34 വോൾട്ട് മൈനസ് ഇവിടെ നമുക്കിത് മൈനസ് 0.76 വോൾട്ട് ആണ്. ഇതേതാണ് 76 വോൾട്ട് കോപ്പർ. സിങ്കിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.10 വോൾട്ട് ആണ്. ഇതാണ് നമുക്ക് കിട്ടുക. സോ നമുക്ക് ഈ ഇക്വേഷൻ ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു എന്താണ് മൈനസ് NFE0 ആണ്. സോ വി ക്യാൻ റൈറ്റ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് N ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ. സോ 2 ആണ്. ഇവിടെ നമുക്കറിയാം ഡാനിയൽ സെല്ല് 2 ആണ് ഉണ്ടാവുക. സോ 96,500 കൂളം പെർ മോൾ ആണ് നമുക്ക് ഇവിടെ ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻറ്റു E0 സെൽ എന്താണ് E0 സെൽ ഈസ് 1.10 വോൾട്ട് ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 212,300 ജൂൾ പെർ മോൾ ആണ്. ഇതിനെ നമ്മൾ കിലോ ജൂളിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 212.300 കിലോ ജൂൾ പെർ മോൾ ആണ്. സോ ദിസ് ഈസ് കിലോ ഇൻ കിലോ ജൂൾ, ദിസ് ഈസ് ഇൻ ജൂൾ. ഇതാണ് നമുക്ക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ വാല്യൂ ഫോർ ഡെൽറ്റ G0 സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി വാല്യൂ.